ഉണ്ടല്ലേ? സംഭവം. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു ഫുള്ള് പോത്ത് കൂട്ടുണ്ടെ നമ്മൾ ചട്ടിയിലിറക്കി സ്റ്റീം ചെയ്യുന്ന പരിപാടി കേട്ടോ. ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ നമ്മൾ നല്ല വൃത്തിയെ കഴുകിയിട്ട് നമുക്ക് അല്ലേ റെഡിയാക്കി എടുക്കാം. നമ്മൾ നേരത്തെ കഴുകിയതുകൊണ്ടല്ലേ വരുമ്പത്തിന് കഴുകിയതാണ്. എന്നാലും ഒന്നുകൂടെ വൃത്തിയാക്കാം. നമുക്ക് ഉള്ളൊക്കെ ഒന്ന് വരയിട്ട് കൊടുക്കാം. ഇത് തോട ഇറച്ചിയിലൊക്കെ മസാല നല്ലോണം കയറണം. ചെറുതായിട്ടാണ് അല്ലേ? അപ്പോൾ നല്ല മസാല കയറും. ഒന്നുകൂടെ അടിപൊളി കഴുകി എടുക്കാം. മതി മതിരിക്കട്ടെ. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. ആദ്യം കുറച്ച് പച്ചമുളക് അരച്ചത്, കുറച്ച് വാളംപുളിയാണിത്. വാളംപുളിയുടെ പൾപ്പെടുത്താണ്. കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് ജീരകപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ഒരല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കാശ്മീർ ഇട്ടപ്പോൾ നല്ല കളറായി മസാല. മതി. നമുക്കിത് നമ്മുടെ പോത്തിൽ തേച്ച് പിടിപ്പിക്കാണ്ട്. നമുക്ക് മസാല നല്ലപോലെ നമ്മുടെ പോത്തുക്കുട്ടിയിലുണ്ട് തേച്ച് പിടിപ്പിക്കണം. ഇപ്പോഴല്ലേ പോത്ത് ചാന്തം പറ്റൂല്ലേ? മതി 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 മൂർത്തി വയ്ക്കും. ഇനി നമുക്ക് ഫൈനൽ ടച്ചായിട്ട് 1-2 സാധനങ്ങൾ ചേർക്കാണ്ട് കുങ്കുമപ്പൂ പതുക്കം തേച്ചോട്. നല്ല അറബിക് മസാല അല്ലേ? കുറച്ച് ഏലക്കായ പൊടിച്ചത്. ഒരുപാട് ഇതാക്കണ്ട, ഒരു ലൈറ്റായിട്ട് ടച്ച് കിട്ടാണ്. ആ എന്താ മണം! ഏലക്കായ വന്നപ്പോൾ ശരിക്കുള്ള മണം. മതി അല്ലേ? ഓക്കെ മതി മതി. ഇനി നമുക്കത് ഒരു 1-1.5 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. ഇവിടെ ഇരിക്കട്ടെ. ചട്ടി വെച്ചു നമുക്ക് ഒരു ഗ്രില്ല് വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ അത് വെക്കും. നമുക്ക് പോത്തുകൂട്ടിനെ മെല്ലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. വെക്കേ മതി അല്ലേ? കറക്റ്റാണല്ലേ? അടിച്ചിക്കട്ടെ. ഇനി കുറച്ച് മൈദ മാവ് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് പാക്ക് ചെയ്യണം. ഇതിനെ എയർ കാര്യമായിട്ട് പോവാണ്ടല്ലേ? അടച്ച് വെക്കല്ലേ? ഇനി എല്ലാം ബാക്കി ചട്ടി നോക്കിക്കോളും. വെച്ചോ. നമുക്ക് അപ്പുറമൊക്കെ മതി അല്ലേ? അടുക്കട്ടെ. നമ്മളിപ്പോൾ വെച്ചിട്ട് ഒരു 1 മണിക്കൂറായി. കുറച്ച് കനൽ നമുക്ക് മുകളിലിട്ട് കൊടുക്കാം. മതിയല്ലേ?
നമ്മുടെ ബീഫ് അവിടെ റെഡി ആയിക്കൊണ്ടിട്ടുണ്ട്. നമുക്ക് നമ്മളെ ചോറ് റെഡിയാക്കാം. ക്രാമ്പ് ഫൈനൽ സ്റ്റേജാണ്. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഒരു 4 മണിക്കൂർ 4.5 മണിക്കൂറായി ഏകദേശം കേട്ടാ. അപ്പോൾ നമ്മൾ പതുക്കെ തുറക്കാൻ വേണ്ടി പോവാണ്. ഈ ചാരമൊക്കെ തള്ളി കളഞ്ഞിട്ട് നമുക്ക് പതുക്കെ തുറക്കാം. പതുക്കെ തുറക്കാൻ എടുത്തിട്ടേ അമ്മോ പൊറോട്ട കയറാത് മൈദയൊക്കെ. ആഹാ അടിപൊളി. ഇന്നലെ ഇല്ല എങ്ങനെ കേട്ടാ. മൊത്തം എല്ല് വേറെ ഇറച്ചി പറയട്ടാ. നമ്മുടെ ചോറ് നല്ല അടിപൊളി ചോറായിരുന്നു. നമുക്ക് തട്ടിലേക്ക് മാറ്റത്. നമുക്ക് എടുക്കുന്നതാണ് വലിയ ടാസ്ക് കിട്ടാ. വന്നടാ രതീഷ. ഓക്കെ ഇനി അസ്ഥി കൂടെ കണ്ടതാ. ഇതെടുക്കട്ടെ. ഇത് മെല്ലെ ഭയങ്കര ചൂടിട്ടാ. ഇത് പതുക്കെ എങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. പതുക്കെ പോകും. അവിടെ എടുക്കട്ടെ. കുറേശ്ശെ എടുത്താൽ മതി അല്ലേ ആവശ്യത്തിനുള്ളത്. ഓക്കെ ഇതെല്ലാം ഇവിടെ നിന്ന് നമുക്ക് പിച്ചെടുക്കാം. ഒരു സ്റ്റൈലിൽ കുറച്ച് മുട്ടയും കൂടി വെക്കാം നമുക്ക്. കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി, വറുത്ത ഉള്ളി, ഇതൊക്കെ കൂടി വരുമ്പോഴേ ചോറിനൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി കുറച്ച് മല്ലി ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല റൗണ്ടിൽ അരിഞ്ഞ തക്കാളി. റൗണ്ടിലല്ല, എന്താണത് ചതുരാകൃതിയാണ്. പൂ പോലെ അല്ലേ. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോൾ വേവിനെ കുറിച്ച് ഇനിയിപ്പോൾ കുരുക്കി കാണിക്കുന്ന കാര്യമൊന്നുമില്ല. എങ്കിലും അയ്യോ എടാ അടിപൊളി. അപ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് നോക്കാം. ഇത് കുറച്ച് ഈ പുതിന ഇല, അതുപോലെ തന്നെ കുറച്ച് ചോറ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് എടുത്തിട്ട് ആദ്യം ചോറ് പൊളി കേട്ടാ. ഇനി ഇറച്ചി. നമ്മുടെ മസാലയൊക്കെ ഇങ്ങനെ ചൂടിലിങ്ങനെ ആവിൽ ഇങ്ങനെ ഇറങ്ങിട്ട് എല്ലാവരും എത്തിയില്ലേ. അപ്പോൾ ഭയങ്കര ടേസ്റ്റ്. മജ്ജയാണത്, എല്ലിൻ്റെ ദേശം കേട്ടോ. അത് ഏറ്റവും ടേസ്റ്റുള്ള സംഭവം എന്താ പറയുക, ഇവരോട് വെച്ചിരിക്കുന്നതാ വാരിയലിൻ്റെ ഭാഗത്ത് ഇറച്ചിയാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതലുള്ള ഇറച്ചി. ഇത് വെള്ളത്തിലിട്ട് വേവിക്കുന്നതിനേക്കാളും ഭയങ്കര സംഭവമാണത് ആവിയിൽ വേവിക്കുന്നത് അല്ലേ. വെള്ളത്തിൻ്റെ ശരിക്കും ഒരുപാട് മടങ്ങ് ചൂടാണ് കേട്ടോ അതിന്. ഇനി കുറച്ച് ഇറച്ചിയും കുറച്ച് ചോറും.
നാട്ടിലിങ്ങനെ അലിഞ്ഞു പോയി കാണാം. ഭയങ്കര രസമുണ്ട് കാണാം. അങ്ങനെ കഴിച്ചിട്ടാണെന്ന് പറയാം. നാക്കിൽ കൂടെ വെള്ളം മാറ്റും. എങ്ങനെയുണ്ട് രാശ? പൊളി സാധനം. പൊളിയില്ലേ? ഒന്നും ഇല്ലാത്ത തിരക്കിലാണ്. സംഭവം എന്തായാലും കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ കൂട്ടുകാരന്മാർ വരാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് മാത്രമല്ലേ. അവിടെ പിള്ളേർ വന്നിട്ട് വേണം ഇതൊക്കെ റെഡിയാക്കി. ഇതിന് കുറേ ബാക്കി ചട്ടിക്കകത്തുണ്ട്. മുട്ട നമ്മുടെ പുഴുങ്ങി കാണാൻ പറ്റില്ല. മുട്ട പിന്നെ ഒന്നും പറയാനില്ല. എപ്പോൾ പുഴുങ്ങി കണ്ടില്ല. ഇത് കടിക്കാൻ വേണ്ടി വെച്ചിരിക്കണ എല്ലാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നും തൊട്ടിട്ടില്ല. ഈ സൈഡ് കൂടുതൽ കഴിച്ചാണ്. അപ്പോൾ നമ്മുടെ പിള്ളേർ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ വന്നാൽ അവർ അടിച്ചു കൊടുക്കട്ടല്ലേ. അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. നമ്മുടെ വ്യൂവേഴ്സിന് കാല് കൊടുത്തല്ലോ. ഇരിക്കട്ടല്ലേ.